ചില വാർത്തകളൊക്കെ കേൾക്കാറില്ലേ? ഭാര്യ മരിച്ച ഉടനെ തന്നെ ഭർത്താവ് മരിച്ചു, ഭർത്താവ് മരിച്ച് ഏറെ താമസിയാതെ തന്നെ 1-2 മണിക്കൂർ വ്യത്യാസത്തിൽ ഭാര്യ മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ. ശരിക്കും അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇത് കൗതുകം തോന്നാറില്ല. കൗതുകം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ആഴവും അടുപ്പവും ഒക്കെ അത്ര വലുതാണ്. കാരണം അത്രയൊക്കെയുള്ള നല്ല ഭാര്യയും ഭർത്താവുമായും മാറാൻ ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും കഴിയുന്നില്ല. ഒരു 1000-ലോ 10,000-ലോ ഒക്കെ എടുത്താൽ നല്ല ഭാര്യയും ഭർത്താവും 1-2 പേർക്ക് മാത്രം കിട്ടുന്ന പുണ്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ അതിൻ്റെ എല്ലാം കാലഘട്ടം കഴിഞ്ഞു. ഒരാളുടെ ആശ്രയിച്ച് ജീവിക്കാൻ പോലും ആർക്കും താല്പര്യമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവ് പറയുന്നത് ഇഷ്ടമല്ല, ഭർത്താവിന് ഭാര്യ പറയുന്നത് ഇഷ്ടമല്ല. തൻ്റെ വരുമാനം എന്തിനാണ് അയാൾക്ക് കൊടുക്കുന്നത്? എനിക്ക് കിട്ടുന്ന വരുമാനം എൻ്റേതാണ്. പരസ്പരം ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും കഴിയില്ലാത്തൊരവസ്ഥയിലേക്കാണ് പല കുടുംബങ്ങളിലെയും ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നല്ല പല സൗഹൃദങ്ങളുണ്ടാക്കി അതിലേക്ക് ചേക്കേറുന്നു. ഇതൊക്കെ പലപ്പോഴും കുടുംബത്തിൽ കിട്ടുന്ന അവഗണനയുടെയും അസഹിഷ്ണുതയുടെയും ഫലമാണ് പലരെയും പല ബന്ധങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത്. ഇതൊക്കെ നല്ല സമൂഹത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല സ്നേഹമില്ലാത്തതാണ് പലയിടത്തും പ്രശ്നം. താൻ പറയുന്നത് മറ്റൊരാൾ കേൾക്കാനോ അവർ പറയുന്നത് തനിക്ക് കേൾക്കാനോ കഴിയുന്നില്ല. കാരണം പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പരസ്പരം ഒരു തുറന്നു പറച്ചിലിന് ആർക്കും കഴിയുന്നില്ല. കാരണം എല്ലാവർക്കും ഈഗോയും അവരുടെ സ്വന്തം കാര്യം വലുത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുമാണ് നമ്മുടെ സമൂഹത്തിൽ അധികവും ഉള്ളത്. ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇന്ന് കുടുംബ ബന്ധങ്ങൾ പോലും പലതും തകർന്ന് തരിപ്പണമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒത്തിരി ഡൈവോഴ്സ് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ അനുദിനം എന്നോണം കോടതികളിലെത്തുന്നു. ഇത്തരം വാർത്തകളില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള കലഹത്തിൻ്റെ അല്ലെങ്കിൽ വേർപിരിയലിൻ്റെ വാർത്തകളില്ലാത്ത കോടതി മുറികൾ അല്ലെങ്കിൽ കുടുംബ കോടതികൾ എത്തുന്ന കേസുകളില്ലാത്ത ദിവസങ്ങൾ വളരെ വിരളമാണെന്ന് തന്നെ പറയാം. തന്നെയുമല്ല, എന്തുമാത്രം കൊലപാതകങ്ങളാണ് ഇതിൻ്റെ പേരിൽ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യയെ ഭർത്താവ് കൊന്നു, ഭർത്താവിനെ ഭാര്യ കൊന്നു, സഹോദരങ്ങളെ കൊന്നു. ഇങ്ങനെയുള്ള വാർത്തകളാണ് സമൂഹത്തിൽ അനുദിനം എന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സമൂഹത്തിൽ ഒരു സ്നേഹത്തിനോ വിശ്വാസത്തിനോ അല്ലെങ്കിൽ സഹനത്തിനോ ഒന്നും ഒരു ശക്തിയും അടിത്തറയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവല്ലേ?